സവിത ഗിരീഷിന്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ വീട്, നമ്മുടെ സ്ഥലം, നമ്മുടെ ഇഷ്ടം, ഇതൊന്നും കാര്യമാക്കാതെ ഒരാൾ നമ്മുടെ വീടിന്റെ പുറത്ത് ചുറ്റി നടക്കുന്നുണ്ട്. വീടിന്റെ പുറത്ത് മാത്രമല്ല, നമ്മൾ എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അയാൾ നമ്മുടെ ഫോളോ ചെയ്ത് നടക്കും. അതാരെന്നല്ലേ, മറ്റാരുമല്ല, അത് നമ്മുടെ കൊതുക് സാറാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് അങ്ങാടി പോയിട്ട് 2 നേരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒരു ചക്ക പോലത്തെ ഒരു കൊതുക് കടിച്ചിരിക്കും. എന്നിട്ട് നോക്കുമ്പോൾ ചോര കുടിച്ച് തുടുത്ത് നിൽക്കും. അപ്പോൾ അത് കടിച്ച് കഴിയുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചൊറിഞ്ഞ് മെനക്കെടും ആകെ. അല്ലേ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ തളർത്തിരിക്കുന്നത് നോക്കുമ്പോൾ എന്താ, കൊതുക് കടിച്ചിട്ടാണ്. അപ്പം ഞാൻ എന്നും ആലോചിക്കും, ഈ കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഫുൾ ടോപ്പ് ഇട്ടാലോ ഫുൾ പാൻറ് ഇട്ടാലോ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോണ്ടായിരിക്കും നെറ്റി വന്ന് കടിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തി. എന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, വിക്സ് ആണ് ഇതിനുള്ള സൊല്യൂഷൻ. എന്താ വെച്ചാൽ വിക്സ് എടുത്തിട്ട് നമ്മുടെ കയ്യിലോട്ട് തേക്കും. ഇപ്പം നമ്മൾ ഹാഫ് കൈയുള്ള ഒരു ഉടുപ്പ് അല്ലെങ്കിൽ ടോപ്പ് എന്ന് ഇട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് അത് തേച്ച് പിടിപ്പിക്കുക. എന്നാൽ പിന്നെ ഒരു കുഞ്ഞു പോലും നമ്മുടെ കയ്യിലോട്ട് ഒന്നും എത്തത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്തൊന്ന് വാരി തേക്കാൻ നിൽക്കണ്ട. മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ മുഖം ആകെ പൊള്ളി ഒരു വശമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കൊതുകടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ കുറച്ച് നീറുന്നതൊക്കെ, കുറച്ച് നീരിലൊക്കെ സഹിക്കുക എന്ന് വെച്ചിട്ട് കുഞ്ഞു കുട്ടികളൊന്നും തേക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ പുറത്ത് പോകുമ്പം ഈ സംഭവം കേട്ടോ എൻ്റെ കയ്യിലൊക്കെ തേക്കാറ്. ഞാൻ മാത്രമല്ല, അമ്മ അച്ഛനൊക്കെ ഇത് ട്രൈ ചെയ്യും. ഈ 2-3 ദിവസം മുന്നേ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്. അപ്പോൾ പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു ദിവസം എനിക്ക് തലവേദന കാരണം ഞാൻ നെറ്റിയിൽ കുറച്ച് വിക്സ് എടുത്തിട്ട് ഞാൻ പുറത്ത് മെറ്റി തേച്ചിട്ട് പുറത്തേക്ക് പോയി. ആ സമയത്ത് എൻ്റെ കയ്യിലൊക്കെ കടിച്ചു. നല്ല സാധാരണ എന്നെ എപ്പോഴും കടിക്കാറ് എൻ്റെ നെറ്റിയിലാണ്. പക്ഷേ അപ്പം നെറ്റി കടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കൊതുക് നെറ്റി കടിക്കായിരുന്നേ. എന്നാൽ പിന്നെ പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു ഈ വിക്സ് എടുത്ത് കൈ തേച്ച് നോക്കിയല്ലോ എന്ന്. തേച്ച് പുറത്തിറങ്ങിയതും ഒരു കുഞ്ഞ് കൊതുക് പോലും എന്നെ കടിച്ചില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇപ്പോൾ റബ്ബർ തോട്ടത്തിലെ വീടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നവരൊക്കെ ഞാൻ തൊട്ടു കാരണം അവിടെ നല്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ കൊതുകിൻ്റെ ശല്യം എങ്ങനെ ഒഴിവാക്കാന്നുള്ള വീഡിയോ ആയിരുന്നു ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തൊരു വീഡിയോ ഉണ്ട്, അതെന്താണെന്നല്ലേ, അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈച്ചനെ തുരത്തി ഓടിക്കാം. അപ്പോൾ ഈ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ എന്തായിരിക്കും ഈച്ചനെ എങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.